അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മാങ്ങയുടെ സീസണല്ലേ, അപ്പോൾ മാങ്ങ വെച്ച് തന്നെ ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് കരുതി. ജലറ്റിനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാതെ 2 ലെയറായിട്ടുള്ള ഒരു പുഡിംഗാണ് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ജലറ്റിനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാത്ത കാരണം ക്രീമി ആയിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഈ പുഡിംഗ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ക്രീമി മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പഞ്ചസാര, 8 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഈ സ്പൂണിലാണ് ഞാൻ കോൺഫ്ലവർ അളന്നെടുത്തത്. ഡെക്കറേഷന് വേണ്ടി ഒരു ചെറിയ മാങ്ങ കട്ട് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ബദാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 പഴുത്ത മാങ്ങ, 1 ലിറ്റർ പാൽ. ഇനി ഒരു പാത്രത്തിൽ 1 ലിറ്റർ പാൽ ഒഴിക്കുക. എന്നിട്ട് ഈ പാലിന് 4 സ്പൂൺ പാൽ എടുത്തു വെച്ച കോൺഫ്ലവറിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. കട്ടയില്ലാതെ നന്നായി ഇളക്കിയെടുക്കണം. ഇനി ഈ മാങ്ങ കട്ട് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഈ 4 മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി അരച്ചെടുക്കണം. നേരത്തെ എടുത്തു വെച്ച 1 കപ്പ് പഞ്ചസാരയില്ല, അതിൽ നിന്ന് തന്നെയാണ് ഞാൻ 3 സ്പൂൺ പഞ്ചസാരയും എടുത്തത്. ഇനി ഈ പാല് നന്നായി തിളപ്പിച്ചെടുക്കണം. ബാക്കിയുള്ള പഞ്ചസാര കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ ഈ മാങ്ങയെ ഞാൻ ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും മധുരം കുറച്ചേ വേണ്ടൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര മാത്രം എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇടയ്ക്ക് പാൽ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഒരു 4 മിനിറ്റ് മാത്രം കുക്കായാൽ മതി മാങ്ങ. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി പാലിൽ കലക്കി വെച്ച കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ടൈറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. പാലിൻ്റെ കൂടെ തന്നെ കോൺഫ്ലവർ കലക്കി ഒഴിച്ചാൽ കുറേ സമയം ഇളക്കേണ്ടി വരും, പിന്നെ കട്ട കെട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാല് തിളക്കാനായപ്പോൾ കോൺഫ്ലവർ കലക്കി ഒഴിച്ചത്.
നല്ല തിക്കാവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം. ഇപ്പോൾ ഒരു ഏകദേശം ടൈറ്റായി വരുന്നുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഏത് പാത്രത്തിലാണ് സെറ്റാവാൻ വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ നീളത്തിൽ മുറിച്ച ബദാം ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ചൂടാക്കിയ മാങ്ങ ഒഴിച്ച് നിരത്തി കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും ബദാം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച മാങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതാണ്. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഒന്ന് തണുത്ത് കിട്ടാൻ മാത്രം. കൂടുതൽ സമയം വെച്ചാൽ കട്ട് ചെയ്തിട്ട മാങ്ങയുടെ കളറ് ചേഞ്ചായി പോകും. അല്ലെങ്കിൽ കഴിക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ കട്ട് ചെയ്ത് മാങ്ങ പുഡിങ്ങിൻ്റെ മുകളിലിട്ടാലും മതി. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. Thanks for watching.